എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ LCD, LED, സ്മാർട്ട് TV എന്നിവയുടെ കോമ്പോണന്റുകളും വിഭാഗങ്ങളും എങ്ങനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാമെന്ന് നമുക്ക് പഠിക്കാം. മനസ്സിലാക്കാനുള്ള എളുപ്പത്തിനായി വീഡിയോയെ 2 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. ഭാഗം 1-ൽ ഒബ്ജക്റ്റീവ് 1-ഉം 2-ഉം ഉൾക്കൊള്ളുന്നു, ബാക്കി ഭാഗം 2-ൽ ഉൾക്കൊള്ളുന്നു. ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് LCD TVയുടെ ബാക്ക് പാനൽ കവർ ഡിസ്മാൻഡിൽ ചെയ്യുക, LCD TVയിലെ ഇന്റേണൽ സെക്ഷനുകൾ തിരിച്ചറിയുക, LED TVയുടെ ബാക്ക് പാനൽ കവർ ഡിസ്മാൻഡിൽ ചെയ്യുക, LED TVയിലെ ഇന്റേണൽ സെക്ഷനുകൾ തിരിച്ചറിയുക. ഈ പ്രാക്ടിക്കൽ ചെയ്യുന്നതിന് ആവശ്യമായ ടൂളുകളും എക്യുപ്മെന്റുകളും നമുക്ക് ശേഖരിക്കാം. ട്രെയിനികളുടെ ടൂൾ കിറ്റ്, യൂസർ മാനുവൽ ഉള്ള LCD TV, യൂസർ മാനുവൽ ഉള്ള LED TV. LCD TVയുടെ പിൻ പാനൽ കവർ നീക്കം ചെയ്ത് വിഭാഗങ്ങൾ തിരിച്ചറിയുക. പവർ സപ്ലൈയിൽ നിന്ന് LCD TV അൺപ്ലഗ് ചെയ്യുക. TVയിൽ മറ്റേതെങ്കിലും കേബിളുകൾ ഉണ്ടെങ്കിൽ അവയും നീക്കം ചെയ്യുക. TVയുടെ പിൻവശത്ത് ബന്ധിപ്പിച്ചിരിക്കുന്ന പവർ കേബിൾ തിരിച്ചറിയുക. TVയുമായി ബന്ധിപ്പിക്കുന്ന പവർ കേബിളിന്റെ പ്ലഗ് പതുക്കെ പിടിക്കുക. TVയുമായി ബന്ധിപ്പിച്ചിട്ടുള്ള സിഗ്നൽ കേബിളുകൾ തിരിച്ചറിയുക. അവിടുത്തെ സെറ്റപ്പിനെ ആശ്രയിച്ച് HDMI കേബിളുകൾ, VGA കേബിളുകൾ, കോമ്പോണന്റ് കേബിളുകൾ, കോമ്പോസിറ്റ് കേബിളുകൾ അല്ലെങ്കിൽ കോആക്സിയൽ കേബിളുകൾ എന്നിവ ഇതിൽ ഉൾപ്പെട്ടേക്കാം. TVയുടെ ഇൻപുട്ട് പോർട്ടിലേക്ക് കണക്ടർ പ്ലഗ് ചെയ്യുന്നിടത്ത് മൃദുവായി പിടിക്കുക. എല്ലാ സിഗ്നൽ കേബിളുകളും വിച്ഛേദിക്കുന്നതുവരെ ഓരോന്നിനും ഈ പ്രക്രിയ ആവർത്തിക്കുക. ജോലി ചെയ്യാൻ വൃത്തിയുള്ളതും വിശാലവുമായ ഒരു പ്രദേശം തിരഞ്ഞെടുക്കുക. ഒരു മേശയോ തറയോ പോലെ മൃദുവായ തുണി അല്ലെങ്കിൽ പുതപ്പ് കൊണ്ട് പൊതിഞ്ഞ ഒരു പരന്ന പ്രതലമാണെങ്കിൽ നല്ലത്. TV സുരക്ഷിതമായി നീക്കാൻ മതിയായ ഇടമുണ്ടെന്ന് ഉറപ്പാക്കുക. TV അതിൻ്റെ അടിയിൽ നിന്നോ സ്റ്റാൻഡിൽ നിന്നോ ശ്രദ്ധയോടെ ഉയർത്തി മൃദുവായ തുണിയിൽ അതിൻ്റെ ഫേസ് ഭാഗം സ്പർശിക്കുന്നത് പോലെ വയ്ക്കുക. സ്ക്രീനിൽ അമിതമായ സമ്മർദ്ദം ചെലുത്താതിരിക്കാൻ ശ്രദ്ധിക്കുക, കാരണം ഇത് കേടുപാടുകൾക്ക് കാരണമാകും. ഉപയോഗിക്കുന്ന സ്ക്രൂകളുടെ തരം അനുസരിച്ച് ഉചിതമായ സ്ക്രൂ ഡ്രൈവർ അല്ലെങ്കിൽ ടൂൾ തിരഞ്ഞെടുക്കുക. സ്ക്രൂകൾ സ്ട്രിപ്പ് ചെയ്യാതിരിക്കാൻ സ്ക്രൂ ഡ്രൈവറിന്റെ ശരിയായ വലുപ്പവും തരവും ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരു സ്ക്രൂവിന്റെ ഹെഡിൽ സ്ക്രൂ ഡ്രൈവർ ഇൻസേർട്ട് ചെയ്യുക. അത് അഴിക്കാൻ കൗണ്ടർ ക്ലോക്ക് വൈസ് ദിശയിൽ തിരിക്കുക. 4 സ്ക്രൂകളിൽ ഓരോന്നിനും ഈ പ്രക്രിയ ആവർത്തിക്കുക. TVയിൽ നിന്ന് പൂർണ്ണമായും അഴിച്ചു മാറ്റുന്നതുവരെ ക്രമേണ അവയെ ലൂസാക്കുക. TV മോണിറ്ററിന്റെ പ്രധാന ബോഡി കാണിക്കാൻ പുറം കവർ നീക്കം ചെയ്യുക. സ്ക്രൂകൾ നീക്കം ചെയ്തു കഴിഞ്ഞതിനാൽ ബേസ് ഇപ്പോൾ TVയിൽ നിന്ന് വേർപെട്ടിട്ടുണ്ടാവണം. TVയിൽ നിന്ന് ബേസ് മെല്ലെ ഉയർത്തി സുരക്ഷിതമായ സ്ഥലത്ത് വയ്ക്കുക. LCD TVയിലെ വിവിധ വിഭാഗങ്ങൾ തിരിച്ചറിയുക. മെയിൻ ബോർഡ് അല്ലെങ്കിൽ മദർ ബോർഡ്. TVക്കുള്ളിലെ ഏറ്റവും വലിയ സർക്യൂട്ട് ബോർഡിനായി നോക്കുക. ഇത് സാധാരണയായി മദർ ബോർഡ് അല്ലെങ്കിൽ മെയിൻ ബോർഡാണ്. പ്രോസസ്സർ, മെമ്മറി, ഇൻപുട്ട്, ഔട്ട്പുട്ട്, പോർട്ടറുകൾ, മറ്റ് അവശ്യ ഘടകങ്ങൾ എന്നിവ അടങ്ങുന്ന TVയുടെ സെൻട്രൽ ഹബ്ബാണ് മദർ ബോർഡ്. മൈക്രോ പ്രോസസ്സർ. കേബിൾ, സാറ്റലൈറ്റ് അല്ലെങ്കിൽ സ്ട്രീമിംഗ് ഉപകരണങ്ങൾ പോലുള്ള വിവിധ ഉറവിടങ്ങളിൽ നിന്നുള്ള ഇൻകമിംഗ് വീഡിയോ സിഗ്നലുകൾ ഡീകോഡ് ചെയ്യുന്നതിനും പ്രോസസ്സ് ചെയ്യുന്നതിനും മൈക്രോ പ്രോസസ്സറുകൾ ഉത്തരവാദികളാണ്. മെമ്മറി റാം. CPU വേഗത്തിൽ ആക്സസ് ചെയ്യുന്നതിനായി താൽക്കാലിക ഡാറ്റയും പ്രോഗ്രാം നിർദ്ദേശങ്ങളും സംഭരിക്കുന്നു. ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ടുകൾ. HDMI പോർട്ടുകൾ, USB പോർട്ടുകൾ, ഓഡിയോ ജാക്കുകൾ, ഈതർനെറ്റ് പോർട്ടുകൾ, ആന്റിന കണക്ടറുകൾ എന്നിവയുൾപ്പെടെ TVയിലേക്ക് കണക്ട് ചെയ്യാൻ ബാഹ്യ ഉപകരണങ്ങളെ അനുവദിക്കുന്നു. പവർ സപ്ലൈ ബോർഡ്. വൈദ്യുത വിതരണ ബോർഡിൽ കപ്പാസിറ്ററുകൾ, ട്രാൻസ്ഫോമറുകൾ, ഡയോഡുകൾ, റെഗുലേറ്ററുകൾ തുടങ്ങിയ വിവിധ ഘടകങ്ങൾ ഉണ്ടായിരിക്കും. വാൾ ഔട്ട്ലെറ്റിൽ നിന്നുള്ള ഇൻകമിംഗ് ACയെ TVയുടെ
ഇന്റേണൽ ഇലക്ട്രോണിക്സ് പ്രവർത്തിപ്പിക്കുന്നതിനാവശ്യമായ DC പവറായി മാറ്റുന്ന ഒരു പ്രധാന കോമ്പോണന്റാണ് LCD ടിവിയിലെ പവർ സപ്ലൈ ബോർഡ്. ഇൻപുട്ട് കണക്ടർ വാൾ ഔട്ട്ലെറ്റിൽ നിന്നുള്ള പവർ കോഡ് ടിവിയുമായി ബന്ധിപ്പിക്കുന്ന സ്ഥലമാണ് ഇൻപുട്ട് കണക്ടർ. ഫ്യൂസ് കറണ്ട് സുരക്ഷിതമായ ലെവലിൽ കവിഞ്ഞാൽ സർക്യൂട്ട് ബ്രേക്ക് ചെയ്യുന്നതിലൂടെ ഓവർ കറണ്ട് കണ്ടീഷനിൽ നിന്ന് ടിവിയെ ഫ്യൂസ് സംരക്ഷിക്കുന്നു. ട്രാൻസ്ഫോമറുകൾ ടിവിയുടെ വ്യത്യസ്ത കോമ്പോണന്റുകൾക്ക് ആവശ്യമായ വോൾട്ടേജ് ലെവലുകൾ പടിപടിയായി താഴ്ത്താനോ ഉയർത്താനോ ട്രാൻസ്ഫോമറുകൾ ഉപയോഗിക്കുന്നു. റെക്ടിഫയർ മെയിൻ സപ്ലൈയിൽ നിന്നുള്ള ആൾട്ടർനേറ്റിംഗ് കറണ്ടിനെ അല്ലെങ്കിൽ AC ടിവിയുടെ കോമ്പോണന്റുകൾക്ക് ഉപയോഗിക്കാവുന്ന ഡയറക്റ്റ് കറണ്ടിലേക്ക് അല്ലെങ്കിൽ DC റെക്ടിഫയർ പ്രവർത്തനം ചെയ്യുന്നു. ഇതിൽ സാധാരണയായി ഒരു ബ്രിഡ്ജ് കോൺഫിഗറേഷനിൽ ക്രമീകരിച്ചിരിക്കുന്ന ഡയോഡുകൾ ഉൾക്കൊള്ളുന്നു. ഫിൽട്ടർ കപ്പാസിറ്ററുകൾ റെക്ടിഫയറിൽ നിന്ന് DC ഔട്ട്പുട്ട് സുഗമമാക്കുന്നു. ഇത് റിപ്പിൾസ് കുറയ്ക്കുകയും ടിവിയുടെ ഘടകങ്ങളിലേക്ക് സ്ഥിരതയുള്ള വോൾട്ടേജ് വിതരണം ഉറപ്പാക്കുകയും ചെയ്യുന്നു. ഔട്ട്പുട്ട് കണക്ടറുകൾ മെയിൻ ബോർഡ്, ബാക്ക്ലൈറ്റിംഗ് സിസ്റ്റം, ഓഡിയോ ആംപ്ലിഫയർ, മറ്റ് പെരിഫറൽ ഉപകരണങ്ങൾ എന്നിവയുൾപ്പെടെ ടിവിയുടെ വിവിധ കോമ്പോണന്റുകളിലേക്ക് ഔട്ട്പുട്ട് കണക്ടറുകൾ നിയന്ത്രിത DC പവർ വിതരണം ചെയ്യുന്നു. ഇൻവെർട്ടർ ബോർഡ് അല്ലെങ്കിൽ CCFL ബാക്ക്ലൈറ്റുകൾക്ക് LCD പാനലിലുടനീളം CCFL ലാമ്പുകൾ തുല്യമായി പ്രകാശിപ്പിക്കുന്നതിന് ആവശ്യമായ ഉയർന്ന വോൾട്ടേജ് AC പവറായി പവർ സപ്ലൈ ബോർഡിൽ നിന്നുള്ള ലോ വോൾട്ടേജ് DC പവർ പ്രവർത്തനം ചെയ്യുക എന്നതാണ് ഇൻവെർട്ടർ ബോർഡിന്റെ പ്രാഥമിക പ്രവർത്തനം. ഹൈ വോൾട്ടേജ് ട്രാൻസ്ഫോമർ അല്ലെങ്കിൽ CCFL ഇൻവെർട്ടറുകൾ ബാക്ക് ലൈറ്റിംഗിനായി കോൾഡ് കാത്തോഡ് ഫ്ലൂറസെന്റ് ലാമ്പുകൾ CCFLS ഉപയോഗിക്കുന്ന പഴയ LCD ടിവികളിൽ പവർ സപ്ലൈയിൽ നിന്ന് CCFL ലാമ്പുകൾക്ക് ആവശ്യമായ നിലയിലേക്ക് വോൾട്ടേജ് വർദ്ധിപ്പിക്കാൻ ഹൈ വോൾട്ടേജ് ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നു. ഇൻവെർട്ടർ IC അല്ലെങ്കിൽ LED ബാക്ക് ലൈറ്റിംഗ് LED ബാക്ക് ലൈറ്റിംഗ് ഉള്ള ആധുനിക LCD ടിവികളിൽ LED ബാക്ക് ലൈറ്റിംഗിലേക്ക് വിതരണം ചെയ്യുന്ന പവർ നിയന്ത്രിക്കുന്നതിന് ഇൻവെർട്ടർ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് അല്ലെങ്കിൽ IC ഉപയോഗിക്കുന്നു. ഈ IC കറന്റ് ഫ്ലോ ക്രമീകരിച്ചുകൊണ്ട് LEDകളുടെ തെളിച്ചം നിയന്ത്രിക്കുന്നു. മോസ്ഫെറ്റുകൾ മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്ററുകൾ ബാക്ക് ലൈറ്റിംഗ് സിസ്റ്റത്തിലൂടെ ഒഴുകുന്ന കറണ്ടിനെ നിയന്ത്രിക്കാൻ മോസ്ഫെറ്റുകൾ സ്വിച്ചുകളായി ഉപയോഗിക്കുന്നു. ബാക്ക്ലൈറ്റ് LEDകളുടെയോ CCFL ലാമ്പുകളുടെയോ തെളിച്ചം മോഡുലേറ്റ് ചെയ്യുന്നതിന് അവ വേഗത്തിൽ ഓണാക്കുകയും ഓഫാക്കുകയും ചെയ്യപ്പെടുന്നു. LCD പാനൽ അല്ലെങ്കിൽ ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ പാനൽ LCD പാനലിന്റെ ഹൃദയഭാഗത്ത് 2 ഗ്ലാസ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് സബ്സ്ട്രാക്ട് ലെയറുകൾക്കിടയിൽ സാൻഡ്വിച്ച് ചെയ്ത ലിക്വിഡ് ക്രിസ്റ്റൽ മെറ്റീരിയലിന്റെ ഒരു ലെയറുണ്ട്. ഈ ലെയറിലെ ലിക്വിഡ് ക്രിസ്റ്റൽ തന്മാത്രകൾക്ക് ഒരു ഇലക്ട്രിക് ഫീൽഡ് പ്രയോഗിക്കുമ്പോൾ ഓറിയന്റേഷൻ ട്വിസ്റ്റ് ചെയ്യാനും മാറ്റാനും കഴിയും. ഇത് പ്രകാശം കടന്നു പോകുന്നതിൽ കൃത്യമായ നിയന്ത്രണം അനുവദിക്കുന്നു. ടീകോൺ ബോർഡ് അല്ലെങ്കിൽ ടൈമിംഗ് കൺട്രോൾ ബോർഡ് ടീകോൺ ബോർഡ് അല്ലെങ്കിൽ ടൈമിംഗ് കൺട്രോളർ അല്ലെങ്കിൽ കൺട്രോളർ ബോർഡ് എന്നും അറിയപ്പെടുന്നു. മെയിൻ ബോർഡിൽ നിന്ന് ലഭിക്കുന്ന വീഡിയോ സിഗ്നലുകൾ പ്രോസസ്സ് ചെയ്യുകയും LCD പാനലിന്റെ ടൈമിംഗും പിക്സൽ ആക്ടിവേഷനും നിയന്ത്രിക്കുകയും ചെയ്യുന്നു. ടൈമിംഗ് കൺട്രോളർ IC അല്ലെങ്കിൽ ടീകോൺ IC ടീകോൺ ബോർഡിന്റെ ഹാർട്ട് ഈ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് LCD പാനലിലെ പിക്സലുകളുടെ സ്കാനിംഗ് നിയന്ത്രിക്കുന്നതിന് ടൈമിംഗ് സിഗ്നലുകൾ സൃഷ്ടിക്കുന്നു. LVDS ട്രാൻസ്മിറ്റർ അല്ലെങ്കിൽ ലോ വോൾട്ടേജ് ഡിഫറൻഷ്യൽ സിഗ്നലിംഗ് LVDS ട്രാൻസ്മിറ്ററുകൾ ടീകോൺ ICയിൽ നിന്നുള്ള ഡിജിറ്റൽ വീഡിയോ സിഗ്നലുകളെ LVDS സിഗ്നലുകളാക്കി മാറ്റുന്നു. ഇത് ടീകോൺ ബോർഡിൽ നിന്ന് LCD പാനലിലേക്ക് ഡാറ്റ കൈമാറാൻ ഉപയോഗിക്കുന്നു. ഓഡിയോ ബോർഡ് എക്സ്റ്റേണൽ ഉപകരണങ്ങളിൽ നിന്നോ ഇന്റേണൽ സോഴ്സുകളിൽ നിന്നോ TV ട്യൂണറുകൾ അല്ലെങ്കിൽ സ്ട്രീമിംഗ് ആപ്പുകൾ പോലുള്ളവ
ലഭിച്ച ഓഡിയോ സിഗ്നലുകൾ ഓഡിയോ ബോർഡ് പ്രോസസ്സ് ചെയ്യുന്നു. ഓഡിയോ ആംപ്ലിഫയർ IC ടി വിയുടെ മെയിൻ ബോർഡിൽ നിന്നോ ബാഹ്യ ഓഡിയോ സോഴ്സിൽ നിന്നോ ലഭിക്കുന്ന ഓഡിയോ സിഗ്നലുകൾ ആംപ്ലിഫൈ ചെയ്യുന്നതിനുള്ള പ്രധാന ഘടകമാണ് ഓഡിയോ ആംപ്ലിഫയർ IC. IR സെൻസറും കൺട്രോൾ ബട്ടണുകളും. IR സെൻസറിന് TV റിമോട്ട് കൺട്രോളറിൽ നിന്ന് സിഗ്നലുകൾ ലഭിക്കുന്നു. മെനുകൾ നാവിഗേറ്റ് ചെയ്യാനും ക്രമീകരണങ്ങൾ ക്രമീകരിക്കാനും പ്ലേബാക്ക് നിയന്ത്രിക്കാനും ഉപഭോക്താക്കളെ അനുവദിക്കുന്നു. IR റിസീവർ മോഡ്യൂൾ റിമോട്ട് കൺട്രോളറിൽ നിന്ന് ഇൻഫ്രാറെഡ് സിഗ്നലുകൾ ഡിറ്റക്ട് ചെയ്യുന്ന പ്രധാന ഘടകമാണിത്. ഇൻഫ്രാറെഡ് പ്രകാശത്തെ വൈദ്യുത സിഗ്നലായി പ്രവർത്തനം ചെയ്യുന്ന ഒരു ഫോട്ടോ ഡയോഡ് അല്ലെങ്കിൽ ഫോട്ടോ ട്രാൻസിസ്റ്റർ ഇതിൽ അടങ്ങിയിരിക്കുന്നു. ടിവിയിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന കൺട്രോൾ ബട്ടണുകൾ റിമോട്ടിൻ്റെ ആവശ്യമില്ലാതെ തന്നെ പവർ, ഓൺ ഓഫ്, വോളിയം കൺട്രോൾ, ഇൻപുട്ട് തിരഞ്ഞെടുക്കൽ തുടങ്ങിയ അടിസ്ഥാന പ്രവർത്തനങ്ങൾ നൽകുന്നു. ടിവിയുടെ പിൻ കവർ വീണ്ടെടുത്ത് TV ചേസിസ് ഉപയോഗിച്ച് പിൻ കവർ വിന്യസിക്കുക. എല്ലാ സ്ക്രൂ ഹോളുകളും കണക്ടറുകളും ശരിയായി ലൈനപ്പ് ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കുക. ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ LCD ടിവിയുടെ ബാക്ക് പാനൽ കവർ ഡിസ്മാൻഡിൽ ചെയ്യുക, LCD ടിവിയുടെ ആന്തരിക വിഭാഗങ്ങൾ തിരിച്ചറിയുക. ഇതോടെ ഭാഗം 1 അവസാനിക്കുന്നു. ഇനി നമുക്ക് ഭാഗം 2 കാണാം.